ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം ഞാൻ അങ്ങേ വായിച്ചു കേൾപ്പിക്കാം. ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരം അരുളി. ദൈവം ശമൂവേലിൻ്റെ പ്രാർത്ഥന കേൾക്കുവാനുള്ള ചില കാരണങ്ങൾ അല്ലെങ്കിൽ സ്വർഗീയമായ നിബന്ധനകൾ നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ 2 വിഷയങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, അവർ ദൈവസന്നിധിയിൽ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ വിലാപത്തെ ദൈവം കേൾക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് നാം ദൈവം മുൻപാകെ കരയുമെങ്കിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നുള്ളത് ഈ ഭാഗം വ്യക്തമാക്കുന്നു. 2-ാമത്തെ കാര്യം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും എല്ലാം മാറ്റിക്കളയുന്ന ചരിത്രം നമുക്ക് ഈ വേദഭാഗത്തിൽ നിന്ന് ദർശിക്കുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമല്ലാത്തതിനെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ മാറ്റുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് തിരുവെടുത്ത് പഠിപ്പിക്കുന്ന വിഷയമാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 71-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയ്ക്ക് ഹൃദ്യമായ സ്വാഗതം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ശമൂവേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ ഉള്ള 3-ാമത്തെ കാരണമായി നാം തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത് 1 ശമൂവേൽ 7-ാം അധ്യായത്തിന് 4-ാം വാക്യമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു: അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരോത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അർത്ഥാൽ കർത്താവ് ശമൂവേൽ പ്രവാചകനിലൂടെ നൽകിയ ആഹ്വാനത്തെ ഇസ്രായേൽ മക്കൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ് നമുക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. 2 പ്രയോഗങ്ങൾ നാം വായിച്ചു കേട്ട വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. ഒന്നാമത്തത്, അവർ നീക്കിക്കളഞ്ഞു. 2-ാമത്തത്, യഹോവയെ മാത്രം സേവിച്ചു. ഞാൻ ഒരിക്കലൂടെ 4-ാം വാക്യം വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. 2 പ്രയോഗങ്ങൾ ഞാൻ ആവർത്തിക്കുന്നു. അതിലൊന്നാമത്തത് നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. 2-ാമത്തത് യഹോവയെ മാത്രം സേവിച്ചു എന്നുള്ളതാണ്. ഈ 2 വസ്തുതകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുവർത്തിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ളത് മറക്കരുത്. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് മാത്രമല്ല, ദൈവപ്രസാദമുള്ള ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയണമെങ്കിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈ 2 കാര്യങ്ങൾ നീക്കണം. ഒന്നാമത്തത് നീക്കിക്കളയണം. 2-ാമത്തത് ദൈവത്തെ മാത്രം സേവിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ നീക്കേണ്ടുന്ന അനേക കാര്യങ്ങളെ വിശുദ്ധ തിരുവെഴുത്ത് കാണിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെന്താണ് എന്ന് അവരവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്ന വിഷയങ്ങളാണ്. ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ തന്നെയും രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് മാറ്റിക്കളയാത്തതായി തുടരുന്നത് അവരവർക്ക് അറിയുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ, നാം നീക്കിക്കളഞ്ഞില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്കറിയാവുന്ന വാക്യമാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്
അത് മാറ്റിവെക്കേണ്ടതായിട്ട്, അത് മാറ്റി ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതായിട്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുകയാണ്. നീക്കിക്കളയുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് എടുക്കാതെ വണ്ണം, അത് എന്നേക്കുമായി കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇവയോടെല്ലാം നോ എന്ന് പറയാനായിട്ട് കഴിയണം. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഏതു വിഷയങ്ങളോടും നോ പറയുന്നതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. നീക്കിക്കളയുവാൻ ദൈവകൃപയിൽ ശരണപ്പെടണം. ജീവിതത്തിൽ മാറ്റുവാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഏതു വിഷയത്തെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുമെങ്കിൽ ദൈവം മാറ്റിക്കളയുവാൻ തക്കവണ്ണം സർവശക്തനായവനാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നീക്കേണ്ടത് ഏതാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയണം. ഇസ്രായേൽ മക്കൾ അവർ ബാൽ വിഗ്രഹങ്ങളെ നീക്കി, അസ്തോരത്ത് പ്രതിഷ്ഠകളെ നീക്കി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന ഏത് വിഷയത്തോടും നോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സേവിക്കുന്ന രണ്ടാം പടിയിലേക്ക് കടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ആ വാക്യം പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? യഹോവയെ മാത്രം സേവിച്ചു. അതായത് മറ്റൊന്നിനെയും സേവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം അനുവാദം തരുന്നില്ല. ദൈവത്തെ മാത്രം സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനോട് മറ്റൊന്ന് കൂട്ടിവെച്ചാൽ, മറ്റൊന്ന് ചേർത്തു വെച്ചാൽ അത് ദൈവപ്രസാദത്തിന് കാരണമാകുകയില്ല. കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല എന്ന്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒരുവന് രണ്ട് യജമാനന്മാരെ സേവിപ്പാനായിട്ട് കഴിയുകയില്ലെന്ന്. ഒരാൾക്കും രണ്ട് തോണിയിൽ കാൽ വെപ്പാനായിട്ട് സാധിക്കയില്ല. നിശ്ചയമായിട്ടും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് വളരെ ദുഃഖത്തിലേക്ക് പോകും എന്നുള്ളതിന് സംശയമില്ല. അത് വീഴ്ചയ്ക്ക് കാരണമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥന കേൾക്കുവാനുള്ള മുഖാന്തരമായി ദൈവം പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ നീക്കിക്കളക മാത്രമല്ല, ദൈവത്തെ മാത്രം സേവിക്കുന്ന, ദൈവത്തോട് മാത്രം ആത്യന്തികമായി കൂറുള്ള ദൈവമാകുന്ന യജമാനൻ്റെ കീഴിൽ നമ്മുടെ ജീവിതത്തിനെ പരിശോധിക്കുവാനായിട്ട് ഈ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പാലിക്കാം. ഒന്നാമതായിട്ട് എന്തൊക്കെ നീക്കണമോ അതെല്ലാം നീക്കാനായിട്ട് നമുക്ക് ദൈവാത്മാവിന് വിധേയപ്പെടാം. രണ്ടാമതായിട്ട് ദൈവത്തെ മാത്രം സേവിപ്പാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ അതിനായിട്ട് സ്വർഗം മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.